ഇന്നലെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാണ്. നിലത്ത് ഇരുന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുന്ന ഭയങ്കര അഡിക്ഷൻ ആയിട്ട് തന്നെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഡമ്പല് മാത്രമേ എടുക്കൂ, മറ്റേ ലെഫ്റ്റ് സൈഡിൽ ആളുണ്ടാവും. എനിക്ക് പണ്ടൊരു ഇഞ്ചറി കിട്ടിയിരുന്നു ഷോൾഡറിന്. എന്താണ് ഈ കമന്റ്, ഹിഡൻ കമന്റ് ആയിട്ട് നിൽക്കുന്നത്? വെറുതെ മനുഷ്യന് ഞാൻ ഹൈഡ് ചെയ്തിട്ടോ ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിന് എന്തിന്റെ ഭ്രാന്ത് അത്? എനിക്ക് വരുന്ന കമന്റ് ഓരെന്തിനാ ഹൈഡാക്കും? ചെസ്റ്റും ബൈസെപ്സും ആണ് വർക്കൗട്ട്. എന്റെ വർക്കൗട്ട് പാർട്ട്ണറെ കണ്ടിട്ടുണ്ടോ? വർക്കൗട്ട് പാർട്ട്ണറോ ചെയ്യാൻ എന്റെ മോനാണ്. അവരെ സ്റ്റേജ് കൊണ്ടുവരാണ്. കുറച്ചായി, ഒരു 2-3 മാസമായിട്ട് എന്റെ കൂടെ തന്നെ പുഷ് ചെയ്ത് ഓൾമോസ്റ്റ് ഇപ്പോ ഒന്ന് പുഷൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് ജസ്റ്റ് മൈസും ഓടിക്കാം. ഇന്നലെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞാണ്. നിലത്ത് ഇരുന്ന് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്റെ വാമപ്സ് പറയുന്നത് നോർമൽ സാധാരണ പഴയ ജിമ്മിന്ന് പഠിച്ച അതേ വാമപ്സ് ആണ് ഞാൻ എപ്പോഴും ചെയ്യല്. പിന്നെ കുറെ ഫാൻസി വാമപ്സ് ഒന്നും ഉണ്ടാവില്ല. നോർമൽ നെക്ക് റൊട്ടേഷൻ മുതൽ താഴെ വരെ വാമപ്പ് ചെയ്യും. പിന്നെ ചെയ്യുന്ന മസില് ഒന്ന് എക്സ്ട്രാ ചെറിയ വെയിറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ബാൻഡിലോ എന്തെങ്കിലും വാമപ്പ് ചെയ്യും. ഇതേ ഞാൻ വാമപ്പ് ചെയ്യലുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും വാമപ്പ് ചെയ്യാണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യില്ല. അത് ഏത് മസിലായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്തായാലും വാമപ്പ് ചെയ്യും. എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണം. വാമപ്സ് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യരുത്. ഞാൻ വർക്കൗട്ടിന്റെ ഇൻട്രാ വർക്കൗട്ട് യൂസ് ചെയ്യുന്ന ഡ്രിങ്കാണ്. ഇതിൽ മിക്സ് ചെയ്തത് EAA, പിന്നെ ഗ്ലൂക്കോസ്, ക്രിയേറ്റിൻ, പിന്നെ വേറെന്താ, വെള്ളം, ഇലക്ട്രോളുണ്ട്. അരിപ്പൊടി ഇല്ല, പത്തിരിപ്പൊടി ഇല്ല, അരിപ്പൊടി ഇല്ല, അത് നിർത്തി. ഞാൻ പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യലില്ല. എല്ലാവരും പ്രീ വർക്കൗട്ട് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് കുറെ കുട്ടികൾ തന്നെ ഇത് ഡൗട്ടായിട്ട് ചോദിക്കലുണ്ട്. പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുന്ന ഭയങ്കര അഡിക്ഷൻ ആയിട്ട് തന്നെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രീ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓഫ് സീസണിലോ അല്ലെങ്കിൽ നമ്മൾ നല്ല കാലറി എടുക്കുന്ന സമയത്ത് ഒരിക്കലും വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കാലറി ഡെഫിക്റ്റിലോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ പീക്കിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എനർജി എന്തായാലും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്യലുള്ളൂ. അപ്പോൾ അല്ലാണ്ട് പ്രീ വർക്കൗട്ട് ഇട്ടാലേ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഭവമേ ഇല്ല. ഞാൻ ഇപ്പോൾ ആ പ്രീ വർക്കൗട്ട് ഇല്ലാണ്ട് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. എനിക്ക് പുഷ് ചെയ്യാനും ഇതാക്കാനും ഒരു കുറവും വരില്ല. ഇനി പ്രീ വർക്കൗട്ട് ഇട്ടാലും ഇത്ര തന്നെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിനെ കൊണ്ട് മസിലിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പൊ അതിന്റെ അഡിക്ഷനൊക്കെ ആൾക്കാരൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നമ്മള് ഒറിക്സ ഫിറ്റ്നസ്സിലാണ്. അപ്പോൾ ഇവിടെ കാലിക്കറ്റിലെ പുതിയ ജിമ്മാണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരം വർക്കൗട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ജിമ്മിന് ആംബിയൻസ് എന്ന് പറയുന്നത് പോളി ആംബിയൻസ് ആണ്. പിന്നെ 16,000 സ്ക്വയർ ഫീറ്റിലാണ് ജിമ്മ് കിടക്കുന്നത്. നല്ല വൈഡായിട്ട് കംപ്ലീറ്റ് മെഷീനറി, കംപ്ലീറ്റ് പാക്കേജ് ഉണ്ട് ജിമ്മ്. പിന്നെ നമുക്ക് വെയിറ്റ് പ്ലേറ്റ്സ് ആയിക്കോട്ടെ, ഡംബൽസ് ആയിക്കോട്ടെ, എല്ലാം ആവശ്യത്തിലധികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ഒരു സമാധാനമാണ്. നമുക്ക് ഒന്നിനും കാത്തു വെക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾ വർക്കൗട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ തീർക്കാൻ ഈസി ആയിട്ട് പറ്റും. വർക്കൗട്ട് ഞാൻ വാം അപ്പ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡിക്ലൈൻ പ്രസ് ആണ് ഞാൻ ഫസ്റ്റ് വർക്കൗട്ടിൻ്റെ. അപ്പോൾ ഇതാണ് ഡിക്ലൈൻ പ്രസ്സിൻ്റെ മെഷീൻ, റിയൽ ലീഡറിൻ്റെ മെഷീനാണ്. അടിപൊളി മെഷീനാണ്, ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 സെറ്റ് വാം അപ്പ് സെറ്റ് കഴിഞ്ഞു. ഇനി എൻ്റെ വർക്കിംഗ് സെറ്റ്, ഫസ്റ്റ് വർക്കിംഗ് സെറ്റ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റ് ടു സെറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 to 90 seconds ആയ റെസ്റ്റ് എടുക്കുന്നത്. സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ അതിപ്പോൾ പിന്നെ അത് ഓരോ ടൈമിൽ ഞാൻ റെസ്റ്റ് പീരിയഡ്, പിന്നെ ചില വർക്കൗട്ടിലൊക്കെ റെസ്റ്റ് പീരിയഡിൽ മാറ്റം വരും. അതെല്ലാം എല്ലാം ഷെഡ്യൂൾഡ് ആണ്, അതിനനുസരിച്ചിട്ട് തന്നെ ചെയ്തൊരു ലെഗിന് വേറെ തന്നെ റെസ്റ്റ് പീരീഡാണ്. ഓരോ മസിൽസിനും ഓരോ പോലെ നമ്മൾ പ്രോപ്പറായിട്ട് ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് അടുത്ത സെറ്റിന് റെഡി ആകുമ്പോഴേ നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് വെറുതെ പോയിട്ട് തിരക്ക് കൂട്ടുന്ന മാതിരി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വർക്കിംഗ് സെറ്റായിട്ട് നമുക്ക് കിട്ടൂല. ഫസ്റ്റ് വർക്കിംഗ് സെറ്റാണ്.
Six, seven, eight, nine, 10. One, two. എന്റെ എത്ര തെറ്റായി? ഇവിടെ ഒതുങ്ങി കെട്ട് കഴിയും. ഒരു മിനിറ്റ് കൂടി എടുക്കണ്ട, അപ്പോൾ സുഖമായി. Four, five, seven, eight, nine, 10, 1, 2. Dude. അടുത്ത വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ പ്രസ് ആണ്. അപ്പോൾ നോർമലി മറ്റേ ഒരു ഡുവൽ സ്മിത്തിലായിരുന്നു ഞാൻ ചെയ്യല്. അപ്പോൾ എനിക്ക് കുറച്ചൊരു വിട്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ചെറുങ്ങനെ ഒന്ന് ഓവർ സ്ട്രെച്ച് ആയ മാതിരി തോന്നി. അതുകൊണ്ട് ഞാൻ ഡംബലിലേക്ക് മാറ്റി വർക്കൗട്ട്സ്. ഇതെന്റെ വാം ഓഫ് സെറ്റാണ്. ഡംബൽസ് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ലിഫ്റ്റ് ചെയ്യലില്ല. ഈ സൈഡിൽ നിന്ന് സ്പോട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ വാമപ്പിൻ്റെ മാത്രമേ ഞാൻ ഒരു ഡംബൽ മാത്രമേ എടുക്കൂ. മറ്റേ ലെഫ്റ്റ് സൈഡിൽ ആളുണ്ടാവും. എനിക്ക് പണ്ടൊരു ഇഞ്ചറി കിട്ടിയിരുന്നു ഷോൾഡറിന്. അതിന് ശേഷം പിന്നെ ഞാൻ ഡംബൽസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ സൈഡിൽ ഹെൽപ്പേഴ്സിനെ വെച്ചിട്ടേ ഞാൻ ചെയ്യലുള്ളൂ. അപ്പോൾ അടുത്ത സെറ്റ് മുതൽ ആൾക്കാർ സൈഡിലുണ്ടാവും. പിന്നെ നല്ല എടുത്ത് പരിചയമുള്ള ആൾക്കാരെ കൊണ്ടേ ചെയ്യിക്കുള്ളൂ. സ്ഥിരം എടുത്തരുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവും. അല്ലാണ്ട് ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കൂല. അങ്ങനെയാണെങ്കിൽ ആ വർക്കൗട്ട് ഒന്ന് വിട്ടാളും ആളിന്. ബുക്ക് നോക്കണ്ട, ഞാൻ മുടി നീട്ടിക്കൊണ്ടിരിക്കുക, താടിയും. ഞാൻ ഇപ്പൊ രണ്ടിന്റെ ഇടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ചെയ്യുവാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഒരു അത്യാവശ്യം പ്രായം തോന്നിക്കോട്ടെ വെച്ചിട്ട് ഞാൻ എന്താക്കി വെച്ചാല് കുറച്ച് വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയും. വെള്ള കളർ സോൾട്ട് ആൻഡ് പേപ്പർ ഇപ്പോൾ പിന്നെയും ട്രെൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു.
ഫുൾ കറുപ്പായതിനെ കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വല്ലാണ്ട് കൂടിയും തോന്നുകയാണെങ്കിൽ ഞാൻ ഒഴിവാക്കാം, കറുപ്പനാക്കും. എല്ലാവരും തെറ്റുകാരനെയാണ്. എല്ലാരും അങ്ങനെ ആയിരിക്കും, ഞാൻ അങ്ങനെയാണ്. ആ അപ്പോ നല്ല സെറ്റ്, അടിപൊളി. ഫൈനൽ സെറ്റ് അല്ല, ഒരു സെറ്റ് കൂടെ. എത്ര വെയിറ്റ്? 50 kg വരെ ഉള്ളൂ ഇവിടെ കമ്പല്. ഞാൻ 50 kg ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലൂടെ 40-45 വരെയൊക്കെ ചില ജിമ്മില് ഉള്ളൂ. 50 kg ആദ്യമായിട്ട്. വെയിറ്റ് ഉണ്ടെങ്കിൽ കണ്ടാ പുഷ് ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് വർക്കൗട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും. ആദ്യം കുറച്ച് വേറെ വർക്കൗട്ട്സ് ചെയ്തിട്ട് എന്നിട്ട് ഡമ്പലിടും. അപ്പോൾ ചെറിയ വെയിറ്റ് തന്നെ വലിയ വെയിറ്റ് ആയി തോന്നും. അങ്ങനെയൊക്കെ വർക്കൗട്ട് അഡ്ജസ്റ്റ് ചെയ്യാനാ സാധാരണ. അപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ജിമ്മിലേക്ക് മാറാൻ മെയിൻ കാരണം. ഡമ്പൽസും ആവശ്യത്തിന് പ്ലേറ്റ്സും മെഷീൻസും വേണ്ട വാങ്ങിക്കാൻ. അത് പ്രോപ്പർ ബയോമെക്കാനിക്സ് ഉള്ള മെഷീൻസ്, അടിപൊളി. ഇൻക്ലൈൻ ഡമ്പൽ പ്രസ് കഴിഞ്ഞു. ഇൻക്ലൈൻ ഡമ്പൽ ഫ്ലൈ ആണ് അടുത്ത വർക്കൗട്ട്. ഫുഡ് കഴിച്ചു തന്നെ നമ്മുടെ ഫ്ലൈ കഴിഞ്ഞു. ലാസ്റ്റ് സെറ്റാ ഇപ്പൊ കണ്ടത്. കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ലോങ് ആയി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വർക്കിംഗ് സെറ്റ് അടുത്ത്. അടുത്ത് ക്രോസ് ഓവറാണ്. അപ്പോൾ അതിലേക്ക് പോവാ. കുറച്ച് ദൂരെയാണ് ക്രോസ് ഓവർ. കമോൺ.
ഇത് ഒറിക്സ ജിമ്മിന്റെ ഓണർമാരിൽ ഒരാളാണ്. അപ്പോ ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഉള്ള കമ്പനിയാണ്. അപ്പൊ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അടുത്ത് ഒരു 3-4 മാസം മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, നിങ്ങൾ വന്ന് കാണണം. ഞാൻ പക്ഷെ ആ സമയത്ത് ഒന്നും എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ഘാടനത്തിന് ദിവസമാണ് ഞാൻ ഇവിടെ വരുന്നത്. വന്നൊരു സത്യം പറയാൻ ഞെട്ടിപ്പോയി. ജിമ്മുണ്ട് കേരളത്തിൽ കുറെ ജിമ്മ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒന്ന് ലൈഫിൽ ഫസ്റ്റാ. അടിപൊളിയാണ്. അത് നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും ബെസ്റ്റ് ഒരു സാധനം ഇവിടെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയത് എന്നോട്. ഞാൻ എന്താ വെച്ചാൽ എന്റെ ഓട്ടം എത്രയോ ദൂരെ ഓടിയിട്ട് പല പല ജിമ്മിൽ ഓടിയിട്ട് ഞാൻ ട്രെയിൻ ചെയ്യുന്നു. എനിക്ക് ഒറ്റ ജിമ്മിൽ സമാധാനത്തിൽ ട്രെയിൻ ചെയ്യുന്നു. അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത മെയിൻ ആളാണ്. അതായത് ഞാന് ശരിക്ക് സുമേഷ് കളിക്കുന്നതിന് മുന്നേ കളിക്കുന്നുണ്ടാവും പ്രായം കൊണ്ടേ. പക്ഷെ സുമേഷിന്റെ ഈ ജിമ്മിൽ എക്സ്പീരിയൻസ് എന്തായാലും കേരളത്തിലൊരാൾക്കില്ല എന്നുള്ള എന്റെ അഭിപ്രായം. കാരണം ഞാൻ സുമേഷിനെ ഇഷ്ടപ്പെടുന്നത് കളിയിലോടുള്ള പാഷനോടാണ്. ഇങ്ങനെ ഇത്തിരി ഒരു ആളോട് ഇങ്ങനെ ഒരു ഇഷ്ടം വാങ്ങണം. കാരണം ഒരാളെ സ്വയം കളിക്കുന്നതിനെ കൂടുതൽ മറ്റവരെ കളിപ്പിക്കുക എങ്ങനെയുള്ള ഒരു അറിവുള്ള ആളാണ്. ഓക്കെ. പിന്നെ ഈ ഒറിക്സ ജിമ്മിന്റെ അനുഭവം ശരിക്കും ഞാനല്ല, റിഷാദ് എന്നാണ്. ഞാനിത് മാനേജ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതേമായുള്ള അറിയപ്പെടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം കളിനെ പറ്റി അറിയുന്ന ഒരു ബോഡി ബിൽഡർ നമ്മുടെ ജിമ്മിൽ വന്ന് കളിക്കാന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ബ്ലോഗിൽ വലിയ താല്പര്യമില്ല. സെയിം പപ്പി. എൻ്റെ ഉള്ളിലെ മാനസിക രോഗീനെ നീ പുറത്തെടുത്ത് ഇനി ഞാൻ വിടുക. ഇതിലൊരു കവിളും കൂടെ ഞാൻ ഇറക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഞാൻ ആള് പറയാം. എടാ അച്ചു, പോക്കറ്റിൽ നീ ഫോൺ എടുത്തു. എടുക്കാൻ കാരണമുണ്ട്. പോക്കറ്റിൽ ഫോൺ വെച്ച് ഡംബൽ ചെയ്യാൻ അറിയണ്ടല്ല. പുഷ്പകൾ കഴിയുമ്പോ പോക്കറ്റിന്റെ അടുത്ത കയ്യെത്താ. എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഞാൻ എന്താണ് സ്വപ്നത്തിൽ കണ്ടത് അത് നടന്നത്.